യുദ്ധകളത്തിൽ നിന്ന് വരുന്നത് കേവലം സാധാരണ വാർത്തകളല്ല, ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കിഴക്കൻ യുക്രൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധകളങ്ങളിലൊന്നായ കാർഖിവിൽ വീണ്ടും റഷ്യയുടെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈന്റെ സൈനിക താവളങ്ങളെയും ഡ്രോൺ കമാൻഡ് സെന്ററുകളെയും ലക്ഷ്യമിട്ട് റഷ്യൻ വ്യോമസേന തങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള FAB-500, FAB-1500 ഗ്ലൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. യുക്രൈൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഹൈഡൌട്ടുകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ FAB-500, FAB-1500 ഗൈഡഡ് ബോംബുകൾ? എന്തുകൊണ്ടാണ് ഇത് യുക്രൈൻ സൈന്യത്തിന് മുന്നിൽ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്? ലേറ്റസ്റ്റ് വാർ അപ്ഡേറ്റ് ഉൾപ്പെടെ പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, റഷ്യൻ വ്യോമസേനയുടെ Su-34 ഫൈറ്റർ ബോംബർ വിമാനങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഖാർഖിവിൽ പ്രവർത്തിച്ചിരുന്ന യുക്രൈന്റെ ഡ്രോൺ കൺട്രോൾ പോയിന്റുകളും UAV സ്റ്റോറേജ് സൗകര്യങ്ങളുമാണ് റഷ്യ ടാർഗറ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, KH-39 മിസൈലുകളും ഈ ഓപ്പറേഷനിൽ റഷ്യൻ സൈന്യം ഉപയോഗിച്ചതായിട്ട് അവകാശപ്പെടുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ വലിയ പുകയും തീജ്വാലകളും ഉയരുന്നത് വ്യക്തമാണ്. യുക്രൈന്റെ കൗണ്ടർ ഓഫൻസീവ് നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് റഷ്യൻ മിലിറ്ററി സ്രോതസ്സുകൾ അവകാശപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഫാബ് ബോംബുകളുടെ പ്രത്യേകത എന്ന് കൃത്യമായിട്ട് നോക്കാം. അടിസ്ഥാനപരമായി സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച അൺഗൈഡഡ് ബോംബുകളാണ് FAB എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ റഷ്യ ഇതിലേക്ക് UMPK യൂണിവേഴ്സൽ ഗ്ലൈഡിംഗ് ആൻഡ് കറക്ഷൻ മൊഡ്യൂൾ എന്ന സ്പെഷ്യൽ ചിറകുകളും ഗ്ലൈഡിംഗ് സാങ്കേതിക വിദ്യയും ഘടിപ്പിച്ചു. FAB-500 എന്ന് പറയുമ്പോൾ 500 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു ബോംബ് വലിയ വിനാശശേഷിയുള്ളതാണ്. ഇനി FAB-1500 പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1.5 ടൺ 1500 കിലോഗ്രാം ഭാരമുള്ള അതിമാരകമായ ബോംബാണിത്. ഇതിൽ ഏകദേശം 700 കിലോഗ്രാമോളം ശുദ്ധമായ എക്സ്പ്ലോസീവുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ബോംബുകൾക്ക് ചിറകുകൾ ഉള്ളത് കൊണ്ട് തന്നെ റഷ്യൻ വിമാനങ്ങൾക്ക് യുക്രൈന്റെ എയർ ഡിഫൻസ് റേഞ്ചിലേക്ക് കടക്കാതെ തന്നെ കിലോമീറ്ററുകൾ അകലെ നിന്ന് ഇവ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഏകദേശം 40 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഗ്ലൈഡ് ചെയ്തു പോയി കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി യുക്രൈന്റെ കനത്ത കോൺക്രീറ്റ് ബങ്കറുകൾ പോലും ഒരൊറ്റ FAB-1500 ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകും. ഈ ഗ്ലൈഡ് ബോംബുകളെ തടയുക എന്നത് യുക്രൈൻ എയർ ഡിഫൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവ റേഡാറുകളിൽ പെടുന്നത് വളരെ കുറവാണ്. മാത്രമല്ല, ഇവ വളരെ വേഗത്തിലാണ് താഴേക്ക് പതിക്കുന്നത്. ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഖാർക്കിവ് അതിർത്തിയിൽ യുക്രൈന്റെ ഡ്രോൺ സാന്നിധ്യം റഷ്യയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് റഷ്യ ഇപ്പോൾ ഫാബ് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് ഡ്രോൺ ബേസുകൾ കേന്ദ്രീകരിച്ച് പൗണ്ടിംഗ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായത്തോടെ യുക്രൈൻ പ്രതിരോധം തീർക്കുമ്പോഴും റഷ്യ തങ്ങളുടെ വ്യോമസേന ശേഷിയും ഹെവി ആർട്ടിലറിയും ഉപയോഗിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. യുദ്ധകളത്തിലെ ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഖാർഖിവിന്റെ നിയന്ത്രണത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ ഈ ഒരു മാസീവ് ഗ്ലൈഡ് ബോംബ് സ്ട്രാറ്റജിക്ക് മുന്നിൽ യുക്രൈന് തടയിടാൻ സാധിക്കുമോ? പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? കണ്ടു തന്നെ അറിയണം. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നെടുംതൂണായ മിഡിൽ ഈസ്റ്റിൽ നിന്നും ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ വാർത്തകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടീമും ചേർന്ന് ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ കൂട്ടിയിട്ട ഇക്കണോമിക് D-Day. ഇതിന്റെ മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേട്ടാൽ ഞെട്ടുന്ന ഒരു മാസീവ് വാർണിംഗ് ആണ്. ഇറാനിലെ ഉയർന്ന സുരക്ഷാ മേധാവി മോസിൻ റസായി തന്റെ എക്സ് ഹാൻഡിലൂടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അമേരിക്ക ഞങ്ങൾക്ക് മേൽ നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം തുടരുകയും മറ്റേതെങ്കിലും രാജ്യങ്ങൾ അതിൽ സഖ്യകക്ഷികളാവുകയും ചെയ്താൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ നിന്നോ പേർഷ്യൻ ഗൾഫിലെ മറ്റിടങ്ങളിൽ നിന്നോ ഒരു തുള്ളി എണ്ണ പോലും ഞങ്ങൾ വെളിയിലേക്ക് കയറ്റി അയക്കാൻ അനുവദിക്കില്ല. അതായത് തങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധത്തിൽ പങ്കെടുക്കുന്ന ഏത് രാജ്യത്തിന്റെയും നീക്കത്തെ തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിട്ട് ഇറാൻ കാണും. ഇതൊരു വെറും ഭീഷണിയാണ്, അതോ ആഗോളതലത്തിൽ വരാൻ പോകുന്ന എണ്ണക്ഷാമത്തിന്റെയും അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെയും തുടക്കമാണ്? നോക്കാം. വാർത്തയുടെ കാതലായ വിവരങ്ങളിലേക്ക് കടന്നാൽ, ട്രംപ് ഭരണകൂടം ഇറാനെ സാമ്പത്തികമായി പാടെ തളർത്താൻ ലക്ഷ്യമിട്ട് അത്യുഗ്രൻ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടൺ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇക്കണോമിക് D-Day അഥവാ ഇറാനെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാനുള്ള അന്തിമ ഘട്ടം എന്നാണ്.
ഇറാനുമായി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളെയും കപ്പൽ കമ്പനികളെയും വരെ വൻതോതിൽ പിഴയും ഉപരോധവും ഏർപ്പെടുത്തി പൂട്ടിക്കെട്ടാനാണ് അമേരിക്കയുടെ പദ്ധതി. എന്നാൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് വളരെ പരിഹാസത്തോടെയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധത്തെ ഒരു തമാശ രൂപേണയാണ് വിമർശിച്ചത്. അദ്ദേഹം പങ്കുവച്ച ഒരു കാർട്ടൂൺ ട്രോൾ പ്രകാരം അമേരിക്ക ഇറാനെതിരെ എറിയുന്ന ഈ ഉപരോധം കേവലം ഒരു ബൂമറാങ് ആണ്. അതായത് ഇറാനെ തകർക്കാൻ അമേരിക്ക എറിയുന്ന ഈ ആയുധം ചുറ്റിത്തിരിഞ്ഞു വന്ന് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും മൂക്കിൽ തന്നെ അടിക്കുമെന്ന് സാരം. ഇതുകൂടാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വക്താവ് സർദാർ മൊഹേബി പറഞ്ഞത് സൈനികമായ യുദ്ധകളത്തിൽ നേരിടാൻ കഴിയാത്തത് കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം അവരുടെ നാണം കെട്ട തോൽവിയുടെ തെളിവാണ് എന്നാണ്. 20 വർഷമായി ഉപരോധം നേരിടുന്ന തങ്ങൾക്ക് ഇതിൽ പുതിയതായി ഒന്നുമില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായും വ്യക്തമാക്കി. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന ചോദ്യം ഇറാൻ ഇതിനെ എങ്ങനെ ആയിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇറാൻ ഇതിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് മാരകമായ കൗണ്ടർ സ്ട്രാറ്റജിയാണ്. ഒന്ന്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ ഉപരോധമാണ്. പെർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുക, നികുതി ഈടാക്കുക, തങ്ങളുടെ പ്രോട്ടോകോൾ തെറ്റിക്കുന്ന കപ്പലുകളെ അടിച്ചമർത്തുകയും കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക, കണ്ടുകെട്ടുകയും ചെയ്യുക. അതുപോലെ ഇനി രണ്ടാമത്തെ കാര്യം, ഗൾഫ് എണ്ണയുടെ പൂർണ്ണ സ്തംഭനാവസ്ഥയാണ്. തങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചാൽ, സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് കടക്കാൻ ഇറാൻ അനുവദിക്കില്ല. മൂന്നാമത്തേത് ഹെവി റിറ്റാലിയേഷൻ ആണ്. പ്രദേശത്തുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അറ്റാക്ക് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാർ ചിന്തിക്കും, ഇറാൻ എണ്ണ അയച്ചില്ല എങ്കിൽ എന്താണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാമല്ലോ എന്നൊക്കെ. പക്ഷേ വിഷയം അത്ര സിമ്പിൾ അല്ല. ലോകത്ത് കടൽ മാർഗം വിൽക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 5/1 LNGയുടെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് പെർഷ്യൻ ഗൾഫിലെ വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. കൂടാതെ ലോകത്തിലെ രാസവള നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള യൂറിയയുടെയും അമോണിയയുടെയും 30% വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. ഇറാൻ ഈ ഒരു കടലിടുക്ക് ബ്ലോക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയാൽ, ഗ്ലോബൽ എയർഫെയറും കപ്പൽ ഗതാഗത ചെലവും ആകാശത്തോളം ഉയരും. ഇന്ധനവില ബാരലിന് $150 മുകളിലേക്ക് കുതിച്ചുയരാൻ ഇതിലും വലിയൊരു കാരണം വേണ്ട. ഇനി നമ്മളിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരാം. ഈ ഇറാൻ അമേരിക്കൻ യുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പെട്രോൾ ഡീസൽ വിലയാണ്. ഇന്ത്യ തങ്ങളുടെ 85%-ലധികം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കൂടിയാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG വില കുത്തനെ കൂട്ടേണ്ടി വരും. ഇനി പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ഗതാഗത ചെലവ് കൂട്ടുന്നതോടെ വിപണിയിൽ അരിയും പച്ചക്കറിയും മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വരെ വില അനിയന്ത്രിതമായിട്ട് ഉയരും. അതുപോലെ കൃഷിയെ ബാധിക്കും കാര്യമായിട്ട്. ഗൾഫിൽ നിന്നുള്ള വളത്തിന്റെ വരവ് നിലയ്ക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ പോലും നേരിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഗൾഫിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധകളത്തിൽ വലിയ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശ്രദ്ധയും പണവും മിഡിൽ ഈസ്റ്റിൽ എണ്ണ പ്രതിസന്ധിയിലേക്ക് തിരിയുമ്പോൾ റഷ്യ കിഴക്കൻ യുക്രൈനിൽ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. കാർഖിവിലും മറ്റിടങ്ങളിലും റഷ്യ തങ്ങളുടെ അതിമാരകമായ ഫാബ് 500, ഫാബ് 1500 ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ കമാൻഡ് സെന്ററുകളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ട്രംപ് സാമ്പത്തിക യുദ്ധം മുറുക്കുമ്പോൾ അത് വഴിതിരിച്ചു വിടുന്ന ആഗോള ശ്രദ്ധ റഷ്യയ്ക്ക് യുദ്ധകളത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ഉപരോധ ഭീഷണിയും ഇറാന്റെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അടച്ചിടുമെന്ന മാസീവ് അൾട്ടിമേറ്റവും ലോകത്തെ ഏത് തരം വലിയൊരു ഇക്കണോമിക് ക്രൈസിസിലേക്ക് ആയിരിക്കും തള്ളിവിടുക എന്നത് കണ്ടു തന്നെ അറിയണം. അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ഇന്ത്യയിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിനും വഴി തുറന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡറായ സെർജിയോ ഗോർ സാമ്പത്തിക ഉച്ചകോടിക്കിടെ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ നയതന്ത്ര വിദഗ്ധരെ ഞെട്ടിച്ചിരിക്കുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അത്രേ. ഇന്ത്യയുടെ ആ ഒരൊറ്റ കണ്ടീഷൻ ആദ്യം അംഗീകരിച്ച ട്രംപ് പക്ഷേ ഉച്ചകോടി തുടങ്ങിയതും ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഒറ്റ ചോദ്യം ചോദിച്ചു, എനി ക്വസ്റ്റ്യൻസ്, അഥവാ ചോദ്യങ്ങൾ വല്ലതുമുണ്ടോ. തുടർന്ന് നടന്നത് പദ്ധതിയിട്ട ഒരു സാധാരണ വാർത്താ സമ്മേളനമല്ല, മറിച്ച് 45 മിനിറ്റ് നീണ്ട അൺസ്ക്രിപ്റ്റഡ് പ്രസ് മീറ്റാണ്.
ഈ നയതന്ത്ര സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ ശരി എന്താണ് വിശദമായിട്ട് പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ ഫ്രാൻസിലെ ഇവിയനിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഗ്രീൻ റൂമിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അംബാസഡർ സെർജിയോ ഗോറും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചയിൽ ഇന്ത്യ എന്തൊക്കെ വിഷയങ്ങളാണ് ഉന്നയിക്കുക എന്ന് ട്രംപ് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രത്യേക അപേക്ഷ മുന്നോട്ട് വെച്ചതായി ഗോർ ട്രംപിനെ അറിയിച്ചു. ഇന്ത്യയുടെ അപേക്ഷ ഇതാണ്: മാധ്യമങ്ങളെയും ക്യാമറകളെയും പ്രവേശിപ്പിക്കാം, എന്നാൽ ചോദ്യോത്തരങ്ങൾ അനുവദിക്കരുത്. നോ ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് അതായിരുന്നു. ട്രംപിന്റെ മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായും അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ട്രംപ് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മിനിറ്റുകൾക്കകം ഇരുവരും ഹാളിലേക്ക് കടന്നു. മോദിയും ട്രംപും മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വാഗത പ്രസംഗം നടത്തി. പ്രസംഗം അവസാനിച്ച നിമിഷം ബാക്ക് സ്റ്റേജിലെ കരാറുകൾ മുഴുവൻ മറന്ന് ട്രംപ് നേരെ ക്യാമറയിലേക്ക് നോക്കി മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ചോദ്യങ്ങൾ വല്ലതുമുണ്ടോ? ട്രംപിന്റെ ഈ ഒറ്റ ചോദ്യത്തോടെ രംഗമാകെ മാറി മറിഞ്ഞു. അരമണിക്കൂറിലധികം നീണ്ടുനിന്ന വൻ ചോദ്യോത്തരവേളയായി ആ ഒരു കൂടിക്കാഴ്ച മാറിയെന്ന് സെർജിയോ ഗോർ വ്യക്തമാക്കുന്നു. ഈ പ്രസ് മീറ്റിലുടനീളം നിർണായകമായ പല വിഷയങ്ങളും മാധ്യമങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വിഷയമാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയം പ്രധാനമന്ത്രി മോദി ട്രംപിന് മുന്നിൽ ഉന്നയിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോദി ആവശ്യപ്പെടുമ്പോൾ നാവിക ജോലി എന്നത് കഠിനമായ ഒന്നാണ് എന്ന മട്ടിലാണ് ട്രംപ് അതിനോട് പ്രതികരിച്ചത്. 2 സുരക്ഷാ ഗ്യാരണ്ടിയാണ്. ഇന്ത്യക്ക് നേരെ മറ്റൊരു രാജ്യം ആക്രമണം നടത്തിയാൽ അമേരിക്ക ഒപ്പം നിൽക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. 3ാമത്തേത് വ്യാപാര കരാറുകളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ നിന്ന് $240 ബില്യൺ ഉയർന്ന കാര്യവും പുതിയ വ്യാപാര കരാറുമായി മുന്നോട്ടു പോകുന്ന വിവരവും ഇരുവരും പങ്കുവച്ചു. വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ നിർബന്ധിതരായത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. സാധാരണയായി വിദേശ നേതാക്കളുമായിട്ടുള്ള ഉച്ചകോടിയിൽ നേരത്തെ തീരുമാനിച്ച സ്ക്രിപ്റ്റഡ് വിഷയങ്ങൾക്ക് പുറത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ വരുന്നത് നയതന്ത്ര ചർച്ചകളുടെ സ്വഭാവത്തെ ബാധിക്കാറുണ്ട്. ഇന്ത്യൻ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത്. എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രതികരണങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ അനാവശ്യ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഇത്തരമൊരു ഫോർമാറ്റ് വിദേശകാര്യ മന്ത്രാലയം മുൻകൂട്ടി ശുപാർശ ചെയ്തത്. ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ ഒരു നിലപാട് മാറ്റം ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ്. സാങ്കേതികമായി നോക്കിയാൽ ട്രംപ് ഇന്ത്യയുടെ അഭ്യർത്ഥന ലംഘിച്ചുവെങ്കിലും ആ പ്രസ് മീറ്റിൽ വെച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാണെന്നാണ് തെളിഞ്ഞത്. അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ നോക്കിയാൽ US അംബാസഡർ സെർജിയോ ഗോർ ശ്രീനഗർ സന്ദർശിക്കുകയും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അമേരിക്ക അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രസ് മീറ്റിലെ ഈ ഒരു ചെറിയ സർപ്രൈസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നിശ്ചയിച്ച നോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ട്രംപ് ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിയെങ്കിലും അതിലൂടെ പുറത്തു വന്നത് ആഗോള പ്രാധാന്യമുള്ള പല വിവരങ്ങളുമാണ്. അമേരിക്കൻ ഉപരോധവും യുദ്ധപ്രതിസന്ധികളും കൊണ്ട് ഇറാനെ പൂർണ്ണമായും വറ്റിച്ചു കളയാമെന്ന് കരുതിയ വാഷിംഗ്ടണിന് തലവേദന സൃഷ്ടിക്കുന്ന വാർത്തയാണ് പെർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്ക ബ്ലോക്കേഡും സാങ്ഷൻസും ഒക്കെ ഏർപ്പെടുത്തി ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് വമ്പൻ വാതകനിധി കണ്ടെത്തിയിരിക്കുകയാണ് തെഹ്റാൻ. ഇറാന്റെ പെട്രോളിയം മന്ത്രി മോഹസിൻ പാക്നജാദാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിവരം അനുസരിച്ച് ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഫാഴ്സിൽ നിന്ന് 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് സ്വാഭാവിക വാതക ശേഖരമാണ് പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ഗ്യാസ് ഫീൽഡ് കണ്ടുപിടുത്തമല്ല, മറിച്ച് അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ ഇറാന് ലഭിച്ച ഒരു വലിയ ലൈഫ് ലൈനാണിത്. വാർത്തയുടെ എല്ലാ വിവരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു കണ്ടെത്തലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാം. ആകെ ശേഖരം എന്ന് പറയുന്നത് 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ആണ്. വീണ്ടെടുക്കാനാകുന്ന വാതകം, റിക്കവറബിൾ ഗ്യാസ്, 72 മുതൽ 73% വരെ റിക്കവറി റേറ്റിൽ 5.7 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് വാതകം വ്യാവസായികമായി പുറത്തെടുക്കാൻ സാധിക്കും. ഇനി കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമായ സൗത്ത് പാഴ്സിന്റെ ഒരൊറ്റ ഫേസിൽ നിന്ന് 15 വർഷത്തേക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന വാതകത്തിന് തുല്യമാണിത്. സാമ്പത്തിക മൂല്യം നോക്കുമ്പോൾ $10,000 കോടി മൂല്യം വരുന്ന ഗ്യാസ് കണ്ടൻസേറ്റുകളും ഇതിലുണ്ട്.
ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വാതകത്തിന്റെ ഗുണനിലവാരമാണ്. പാഗ്നജാദ് വ്യക്തമാക്കിയതനുസരിച്ച് ഇത് അത്യപൂർവമായ സ്വീറ്റ് ഗ്യാസ് ആണ്. അതായത് ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള അഴുക്കുകൾ ഇതിൽ വളരെ വളരെ കുറവാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് ചെലവും വികസന ചെലവും വളരെയേറെ കുറവായിരിക്കും. എന്നാൽ ഇത്രയും വലിയൊരു നിധി കിട്ടിയാലും ഇറാന് മുന്നിൽ വെല്ലുവിളികൾ കുറവല്ല. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പ്രതിദിനം 230 ദശലക്ഷം ക്യൂബിക് മീറ്റർ വാതക ഉൽപാദനമാണ് ഇറാനിൽ തടസ്സപ്പെട്ടത്. ഉപരോധം കാരണം വിദേശ നിക്ഷേപമോ ആധുനിക സാങ്കേതിക വിദ്യയോ ഇറാനിലേക്ക് എത്തുന്നില്ല. ഇത് കൂടാതെയാണ് ജൂലൈ മുതൽ അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ശക്തമായ ഉപരോധ ബ്ലോക്കേഡുമൊക്കെ ശക്തിപ്പെടുത്തിയത്. കടൽ മാർഗമുള്ള എണ്ണ കയറ്റുമതി പകുതിയോളം കുറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും ഇറാനുമേൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുമുണ്ട്. ഇത്തരം കനത്ത തിരിച്ചടികൾക്കിടയിലും മാർച്ച് മുതൽ ജൂലൈ വരെ കാലയളവിൽ $7.5 ബില്യൺ ഇന്ധന വരുമാനം സ്വന്തം സെൻട്രൽ ബാങ്കിലേക്ക് മാറ്റാൻ കഴിഞ്ഞതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നു. മുൻ വർഷത്തേക്കാൾ 50% വർധനവാണിത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വാതക ശേഖരം വഴി ആഭ്യന്തര ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാം. അതായത് ശൈത്യകാലത്തുണ്ടാകുന്ന കടുത്ത വാതകക്ഷാമം പരിഹരിക്കാനായിട്ട് ഇറാന് സാധിക്കും. 2 പ്രതിരോധ ശേഷി വർദ്ധിക്കും. അതായത് അമേരിക്ക ഉപരോധം കടുപ്പിച്ചാലും സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം തെഹ്റാന് ലഭിക്കും. 3 ദീർഘകാല സാമ്പത്തിക നേട്ടമുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ചാൽ ഏഷ്യൻ വിപണികളിലേക്ക് തോതിൽ വാതകം എത്തിക്കാനും അതിലൂടെ ശതകോടികൾ സമ്പാദിക്കാനും ഇറാന് കഴിയും. ഇതിനിടയിൽ ആഗോളതലത്തിൽ നാം അറിയേണ്ട മറ്റൊരു കാര്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മാറിയ അവസ്ഥകളാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ഒരു എനർജി വാർ നടക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് റഷ്യക്കാണ് എന്ന് പറയണം. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗ്യാസ് റിസർവ് ഉള്ള രാജ്യമാണ് ഇറാൻ. എങ്കിൽ 1ാം സ്ഥാനത്ത് റഷ്യയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ കിഴക്കൻ യുക്രൈനിൽ റഷ്യ ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. കാർഖിവിൽ ഉൾപ്പെടെ ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് റഷ്യൻ സേന ആക്രമണം നടത്താനുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനവും റഷ്യൻ ഓയിൽ ഗ്യാസ് വിപണിക്ക് വലിയ രീതിയിലാണ് ഗുണം ചെയ്യുന്നത്. ഉപരോധങ്ങൾക്കും ബോംബ് ആക്രമണങ്ങൾക്കും നടുവിൽ നിന്നും 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റിന്റെ ഈ ഒരു വൻ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയ ഇറാന്റെ ഈ നീക്കം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമോ? വിദേശ സാങ്കേതിക വിദ്യയില്ലാതെ ഈ വാതകം വേർതിരിച്ചെടുക്കാൻ ഇറാന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. മിഡിൽ ഈസ്റ്റിൽ നിന്നും അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് നിന്നും കേവലം ഞെട്ടിക്കുന്ന ഒന്നല്ല, മേഖലയിലെ മുഴുവൻ സമവാക്യങ്ങളെയും തച്ചുടയ്ക്കുന്ന പോലത്തെ ഒരു മഹാസംഭവ വികാസമാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടീമും ചേർന്ന് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും തടസ്സങ്ങളും പ്രഖ്യാപിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തെഹ്റാന് ലഭിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ വൻ ശക്തി പകരുന്ന ഒരു വമ്പൻ ക്ഷണക്കത്താണ്. ഇസ്ലാമിക് നേറ്റോ എന്നറിയപ്പെടുന്ന പുതിയ സുരക്ഷാ സഖ്യമായ മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റിലേക്ക് ഇറാനെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ നിർണായക നീക്കത്തിന് പിന്നാലെ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ അതിവേഗം തെഹ്റാനിലേക്ക് തിരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ മെക്ക പാക്ട്? ഇറാൻ ഇതിൽ ചേർന്നാൽ അമേരിക്കയുടെ അവസ്ഥ എന്താകും? ഇന്ത്യയും ആഗോള യുദ്ധങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഓഗസ്റ്റ് 7-നാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ 3 പ്രധാന രാജ്യങ്ങൾ ചേർന്ന് മക്കയിൽ വെച്ച് ഒരു ചരിത്രപരമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. നേറ്റോയുടെ ആർട്ടിക്കിൾ 5 തത്വത്തിന് സമാനമായി 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സായുധ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു ഇതിന്റെ കാതൽ. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് പ്രസ് ഏജൻസി മേധാവി മേദി റഹീമി നൽകുന്ന വെളിപ്പെടുത്തൽ പ്രകാരം ഈ സുരക്ഷാ സഖ്യത്തിലേക്ക് ചേരാൻ ഇറാനും ഔദ്യോഗിക ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. തെഹ്റാൻ ഈ ഓഫർ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുകയാണ് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ബംഗ്ലാദേശും ഈ സഖ്യത്തിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഈ ക്ഷണക്കത്ത് വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പെട്ടെന്നുള്ള തെഹ്റാൻ സന്ദർശനം വരുന്നത്. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിൽക്കെ അമേരിക്കയ്ക്കും ഇറാന് ഇടയിൽ ഒരു മീഡിയേറ്റർ റോള് വഹിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി നൽകിയ വിവരം അനുസരിച്ച് ഇനി പറയുന്ന പ്രധാന കാര്യങ്ങളാണ് അസീം മുനീറിന്റെ സന്ദർശനത്തിൽ ചർച്ചയാകുന്നത്. 1, മെക്ക പാക്ടിൽ ഇറാന്റെ പങ്കാളിത്തം. സൗദി, പാക്, തുർക്കി ത്രിരാഷ്ട്ര കരാറിലേക്ക് ഇറാനെ ഉൾപ്പെടുത്താനുള്ള നയതന്ത്ര സാധ്യതകൾ. 2, ട്രംപിന്റെ ഉപരോധ മുന്നറിയിപ്പാണ്. അമേരിക്ക ഏർപ്പെടുത്താൻ പോകുന്ന ഉപരോധങ്ങളിൽ നിന്നും മേഖലയിലെ സൈനിക സംഘർഷങ്ങളിൽ നിന്നും തെഹ്റാന് നൽകാവുന്ന ഇളവുകളാണ്. ഇനി 3, ഹൂതി, ഹോർമുസ്
പ്രതിസന്ധിയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള എണ്ണ ഗതാഗതത്തിലെ സ്തംഭന അവസ്ഥയും ചെങ്കടലിലെ അവസ്ഥയും പരിഹരിക്കപ്പെടുന്നതാണ് ആ സംഭവം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും സുന്നി ഭൂരിപക്ഷമുള്ള സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ സൈനിക ശക്തികളും ഒരൊറ്റ പ്രതിരോധ കുടക്കീഴിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് നൽകുന്ന പ്രഹരം എത്രത്തോളമായിരിക്കും? ഇത്രയും കാലം മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചത്. എന്നാൽ അമേരിക്ക ഇറാനുമേൽ ഉപരോധം കടുപ്പിക്കുമ്പോൾ ഗൾഫിലെ അവരുടെ തന്നെ സഖ്യരാജ്യങ്ങളായ സൗദിയും തുർക്കിയും ഇറാനിലേക്ക് കൈ നീട്ടുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പ്രസ് ടിവിയിലൂടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇറാനെ വെനസ്വേല പോലെ തകർത്ത് കളയാമെന്ന് അമേരിക്ക കരുതി. എന്നാൽ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ തെഹ്റാൻ ലോകത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഈ സാമ്പത്തിക യുദ്ധത്തിലും നമ്മൾ ഒന്നിച്ചു നിൽക്കും. ഇറാൻ കൂടി മെക്ക കരാറിന്റെ ഭാഗമായാൽ ഇറാന് നേരെ അമേരിക്കയോ ഇസ്രായേലോ നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും പാകിസ്ഥാന്റെയും തുർക്കിയുടെയും സൗദിയുടെയും നേർക്കുള്ള ആക്രമണമായിട്ട് കണക്കാക്കേണ്ടി വരും. ഇനി ഇതിനോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രണ്ട് സുപ്രധാന കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യക്കുള്ള ആശങ്കകളാണ്. പാകിസ്ഥാനും സൗദിയും തുർക്കിയും ഇറാനും ഒരു ബ്ലോക്കായി മാറുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സങ്കീർണമായ നയതന്ത്ര ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇറാനുമായി ചബഹാർ തുറമുഖവും ഇന്ത്യക്ക് അടുത്ത ബന്ധവുമുണ്ട്. ഈ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ആവശ്യമായ മിഡിൽ ഈസ്റ്റ് എനർജി സെക്യൂരിറ്റി എങ്ങനെ ബാധിക്കുമെന്നത് ഡൽഹി ഉറ്റുനോക്കുകയാണ്. അടുത്തത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മാറ്റങ്ങളാണ്. അമേരിക്കയുടെ എല്ലാ ശ്രദ്ധയും മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു പുതിയ ഇസ്ലാമിക് നേറ്റോ നീക്കങ്ങളിലേക്കും ഇറാന്റെ എണ്ണ തടസ്സങ്ങളിലേക്കും ഒക്കെ തിരിയുമ്പോൾ അത് റഷ്യക്ക് യുദ്ധകാലത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുകയാണിപ്പോൾ. യുക്രൈന്റെ കിഴക്കൻ മേഖലകളിലും ഖാർക്കിവിലും റഷ്യ തങ്ങളുടെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ചുരുക്കത്തിൽ ട്രംപ് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുമ്പോൾ ഇറാൻ മേഖലയിലെ ഇസ്ലാമിക് രാജ്യങ്ങളുമായി ചേർന്ന് വലിയൊരു സുപ്രധാന പ്രതിരോധ സഖ്യത്തിന് തറക്കല്ലിടുകയാണ്. ജനറൽ അസീം മുനീറിന്റെ ഈ തെഹ്റാൻ സന്ദർശനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. ലോകം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.